ഹായ്, എല്ലാവർക്കും PYQ സ്റ്റഡി സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യുന്നത് കാറ്റഗറി നമ്പർ 60/2022 10th പ്രിലിംസിന്റെ സെക്കൻഡ് സ്റ്റേജിലെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. അപ്പോൾ 10th മെയിൻസിന്റെ ക്വസ്റ്റ്യൻ ചെയ്യാമെന്ന് ചോദിച്ചിട്ടൊക്കെ മെസ്സേജ് ഞാൻ ചാനലിൽ കണ്ടിരുന്നു. നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്യാം. പ്രിലിംസിന്റെ ഒരു 6 സ്റ്റേജ് ആണ് ക്വസ്റ്റ്യൻസ് ഉള്ളത്. അതിൽ രണ്ടാമത്തെ സ്റ്റേജ് ആണിത്. ബാക്കിയുടെ ചെയ്തിട്ട് നമുക്ക് 10th മെയിൻസിന്റെ ഓരോന്നായിട്ട് ചെയ്തു തുടങ്ങാം. ഓക്കെ, അപ്പോൾ സമയം കളയുന്നില്ല, ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. മലയാള ഭാഷയും സംസ്കാരവും ആഗോളതലത്തിൽ പ്രചരിപ്പിക്കുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച സംരംഭം. മലയാള ഭാഷയും സംസ്കാരവും ആഗോളതലത്തിൽ പ്രചരിപ്പിക്കുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച സംരംഭമാണ് മലയാളം മിഷൻ. ആൻസർ ഓപ്ഷൻ സി. മലയാളം മിഷൻ ഔദ്യോഗികമായിട്ട് നിലവിൽ വന്നത് 2009 ഒക്ടോബർ 22-നാണ്. സാംസ്കാരിക വകുപ്പിന് കീഴിലാണ് മലയാളം മിഷൻ പ്രവർത്തിക്കുന്നത്. മലയാളം മിഷന്റെ മുദ്രാവാക്യം എവിടെയെല്ലാം മലയാളി അവിടെയെല്ലാം മലയാളം എന്നുള്ളതാണ്. അപ്പോ 2009 ഒക്ടോബർ 22-ന് ഔദ്യോഗികമായി നിലവിൽ വന്നു. സാംസ്കാരിക വകുപ്പിന് കീഴിലാണ് പ്രവർത്തിക്കുന്നത്. മുദ്രാവാക്യം എന്താണ്? എവിടെയെല്ലാം മലയാളി അവിടെയെല്ലാം മലയാളം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. മീശ എന്ന നോവൽ രചിച്ചത് എസ് ഹരീഷ് ആണ്. ആൻസർ ഓപ്ഷൻ ഡി, എസ് ഹരീഷ്. ഈ മീശ എന്ന നോവലിന് 2019 കേരള സാഹിത്യ അക്കാദമി അവാർഡും 2020 JCB സാഹിത്യ പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട്. ഈ മീശ എന്ന നോവലിനെ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് ജയശ്രീ കളത്തിലാണ്. മീശ എന്ന നോവല് ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്ത ആരാണ്? ജയശ്രീ കളത്തിൽ. 2019 കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചു. 2020 JCB സാഹിത്യ പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. K-ഫോൺ പദ്ധതിയെക്കുറിച്ച് ശരിയായ പ്രസ്താവന. K-ഫോൺ പദ്ധതിയെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവന എല്ലാ വീടുകളിലും അതിവേഗ ഇന്റർനെറ്റ് സേവനം എന്നുള്ളതാണ്. ആൻസർ ഓപ്ഷൻ ബി, എല്ലാ വീടുകളിലും അതിവേഗ ഇന്റർനെറ്റ് സേവനം. ഈ K-ഫോണിന്റെ ഫുൾ ഫോം എന്താണ്? കേരള ഫൈബർ ഒപ്റ്റിക് നെറ്റ്വർക്ക്. എന്താണ്? കേരള ഫൈബർ ഒപ്റ്റിക് നെറ്റ്വർക്ക്. 2023 ജൂൺ 5-നാണ് K-ഫോൺ ഉദ്ഘാടനം ചെയ്തത്. 2023 ജൂൺ 5-ന്. നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ആദ്യ പഞ്ചവത്സര പദ്ധതി നടപ്പാക്കിയ വർഷം. ആദ്യ പഞ്ചവത്സര പദ്ധതി നടപ്പിലാക്കിയത് 1951-ലാണ്. ആൻസർ ഓപ്ഷൻ ബി, 1951. കാർഷിക പദ്ധതി എന്നറിയപ്പെടുന്നത് ഒന്നാം പഞ്ചവത്സര പദ്ധതിയാണ്. 1951 ഒന്നാം പഞ്ചവത്സര പദ്ധതി അറിയപ്പെടുന്നത് എന്താണ്? കാർഷിക പദ്ധതി എന്നാണ്. ഹരോൾഡ് ഡോമർ മാതൃക എന്നറിയപ്പെടുന്നതും ഒന്നാം പഞ്ചവത്സര പദ്ധതി തന്നെയാണ്. എന്ത് പേരാണ് അറിയപ്പെടുന്നത്? ഹരോൾഡ് ഡോമർ മാതൃക എന്ന്. ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ആമുഖം തയ്യാറാക്കിയ മലയാളിയാണ് KN രാജ്. ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ആമുഖം തയ്യാറാക്കിയ മലയാളി ആരാണ്? KN രാജ്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ. COVID-19 ബന്ധപ്പെട്ട് സർക്കാർ പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ. COVID-19 ബന്ധപ്പെട്ട് സർക്കാർ പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ ഇതില് ആരോഗ്യ സേതു. ആൻസർ ഓപ്ഷൻ എ, ആരോഗ്യ സേതു. കേരള സർക്കാർ പുറത്തിറക്കിയ ആപ്പ് ഏതാ? അത് GOK ഡയറക്റ്റ്. കേരള സർക്കാർ പുറത്തിറക്കിയ ആപ്പാണ് GOK ഡയറക്റ്റ്. അതുപോലെ കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ വീഡിയോ ഗെയിമാണ് ദ കൊറോണ ഫൈറ്റർ. COVID-19 ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ വീഡിയോ ഗെയിം ഏതാണ്? ദി കൊറോണ ഫൈറ്റർ. ആറാമത്തെ ക്വസ്റ്റ്യൻ. കേരള ആരോഗ്യ സർവകലാശാലയുടെ ആസ്ഥാനം എവിടെയാണ്? തൃശ്ശൂര്. ഓപ്ഷൻ എ, തൃശ്ശൂര്. കേരള ആരോഗ്യ സർവകലാശാലയുടെ ആസ്ഥാനം തൃശ്ശൂര്. 2010-ലാണ് കേരള ആരോഗ്യ സർവകലാശാല സ്ഥാപിതമാകുന്നത്. 2010-ലാണ് സ്ഥാപിതമാകുന്നത്. ഏഴാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. അർജുന അവാർഡ് നേടിയ അങ്കിത റെയ്നയുടെ കായിക ഇനം. അർജുന അവാർഡ് നേടിയ അങ്കിത റെയ്നയുടെ കായിക ഇനം ഏതാണ്? ടെന്നീസ് ആണ്. ഓപ്ഷൻ സി, ടെന്നീസ്. ഇന്ത്യയിലെ മികച്ച കായിക താരങ്ങൾക്ക് നൽകുന്ന അവാർഡാണ് എന്ത്? അർജുന അവാർഡ്. അർജുന അവാർഡ് ഏർപ്പെടുത്തിയ വർഷം 1961. എന്നാണ് ഏർപ്പെടുത്തിയത്? 1961. അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളി ആരാ? അവാർഡ് നേടിയ ആദ്യ മലയാളി സി ബാലകൃഷ്ണനാണ്. പർവ്വതാരോഹകനായിരുന്നു. 1965-ലാണ് അദ്ദേഹത്തിന് അർജുന അവാർഡ് ലഭിക്കുന്നത്. അപ്പൊ അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളിയാണ് സി ബാലകൃഷ്ണൻ. ആദ്യ മലയാളി വനിത ചോദിച്ചാൽ
KC ഏലമ്മ. അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളി വനിത ആരാണ്? KC ഏലമ്മ. വോളിബോൾ താരമായിരുന്നു. 1975 അർജുന അവാർഡ് ലഭിച്ചത്. അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളി അത്ലറ്റ് TC യോഹന്നാൻ. ആദ്യ മലയാളി അത്ലറ്റ് ആരാണ്? TC യോഹന്നാൻ. 8ാമത്തെ ക്വസ്റ്റ്യൻ, കുടുംബശ്രീ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ. 1. ദാരിദ്ര്യ നിർമ്മാർജ്ജനം. 2. ശിശു പോഷകാഹാരം. 3. വനിതാ ശാക്തീകരണം. 4. വായ്പാ വിതരണം. ഏതൊക്കെയാണ് കുടുംബശ്രീയുടെ ലക്ഷ്യങ്ങൾ? ദാരിദ്ര്യ നിർമ്മാർജ്ജനവും വനിതാ ശാക്തീകരണമാണ് വരുന്നത്. ആൻസർ ഓപ്ഷൻ ഡി 1ഉം 3ഉം. ഏതൊക്കെയാണ്? ദാരിദ്ര്യ നിർമ്മാർജ്ജനവും വനിതാ ശാക്തീകരണവും. എന്നാണ് കുടുംബശ്രീ പദ്ധതി ഉദ്ഘാടനം ചെയ്യുന്നത്? 1998 മെയ് 17 AB വാജ്പേയി ഉദ്ഘാടനം ചെയ്യുന്നത്. 1998 മെയ് 17 മലപ്പുറം ജില്ലയിലാണ് ഈ പദ്ധതി ഉദ്ഘാടനം ചെയ്യുന്നത്. എവിടെയാണ്? മലപ്പുറം ജില്ലയില്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നിർദ്ദിഷ്ട സിൽവർ ലൈൻ പദ്ധതിയിൽ ഉൾപ്പെടാത്ത ജില്ല. നിർദ്ദിഷ്ട സിൽവർ ലൈൻ പദ്ധതിയിൽ ഉൾപ്പെടാത്ത ജില്ല. ഇതിന് PSC ആൻസർ തന്നിരിക്കുന്നത് ഓപ്ഷൻ സി പത്തനംതിട്ടയാണ്. എന്നാൽ ഇടുക്കി, പാലക്കാട്, വയനാട് ഈ 3 ജില്ലകളാണ് സിൽവർ ലൈൻ പദ്ധതിയിൽ ഉൾപ്പെടാത്തത്. ബാക്കി 11 ജില്ലകളും സിൽവർ ലൈൻ പദ്ധതിയിൽ ഉൾപ്പെടുന്നതാണ്. പക്ഷെ ആൻസർ ആയിട്ട് PSC ഫൈനലിൽ തന്നത് പത്തനംതിട്ടയാണ്. അതുകൊണ്ട് എന്നോട് പത്തനംതിട്ട അടയാളപ്പെടുത്തുന്നു. ഏതൊക്കെ ജില്ലകളാണ് ഉൾപ്പെടാത്തത് ശരിക്കും? ഇടുക്കി, പാലക്കാട്, വയനാട്. 11 ജില്ലകളിലൂടെ കടന്നു പോകുന്നുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ 10ാമത്തെ, ISROയുടെ ഇപ്പോഴത്തെ ചെയർമാൻ. ISROയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? S സോമനാഥ്. ഓപ്ഷൻ എ S സോമനാഥ്. ISROയുടെ ചെയർമാൻ ആകുന്ന 5ാമത്തെ മലയാളിയാണ് ഇദ്ദേഹം. എത്രാമത്തെ മലയാളിയാണ്? 5ാമത്തെ മലയാളി. ആദ്യ മലയാളി ആരായിരുന്നു? ആദ്യ മലയാളി MGK മേനോൻ. ISROയുടെ ചെയർമാൻ ആകുന്ന ആദ്യ മലയാളി ആയിരുന്നു MGK മേനോൻ. 2ാമത് K കസ്തൂരി രംഗൻ. 3ാമത് G മാധവൻ നായർ. 4ാമത് K രാധാകൃഷ്ണൻ. 5ാമത് S സോമനാഥ്. മലയാളികളെയാണ് കേട്ടോ പറഞ്ഞത്. ആദ്യ ചെയർമാൻ ആരാ? ISROയുടെ ആദ്യ ചെയർമാൻ ചോദിച്ചാൽ അത് വിക്രം സാരാഭായി ആണ്. ബാക്കി 5 പേരെ പറഞ്ഞത് മലയാളികളാണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിന്ധ്യാപർവ്വതം മുതൽ ഇന്ത്യൻ ഉപദ്വീപിന്റെ തെക്കേയറ്റം വരെ വ്യാപിച്ചു കിടക്കുന്ന വിസ്തൃതമായ ഭൂവിഭാഗം. വിന്ധ്യാപർവ്വതം മുതൽ ഇന്ത്യൻ ഉപദ്വീപിന്റെ തെക്കേയറ്റം വരെ വ്യാപിച്ചു കിടക്കുന്ന വിസ്തൃതമായ ഭൂവിഭാഗം ഏതാണ്? അത് ഡെക്കാൻ പീഠഭൂമി. ആൻസർ ഓപ്ഷൻ സി ഡെക്കാൻ പീഠഭൂമി. ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമിയാണ് ഏത്? ഡെക്കാൻ പീഠഭൂമി എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമിയാണ് ഡെക്കാൻ പീഠഭൂമി. ഡെക്കാനിന്റെ റാണി എന്നറിയപ്പെടുന്ന പ്രദേശം ഏതാ? ഡെക്കാനിന്റെ റാണി എന്നറിയപ്പെടുന്ന പ്രദേശമാണ് പൂനെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. താഴെ തന്നിട്ടുള്ളവയിൽ നിന്നും ശരിയായ പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകൾ കണ്ടെത്തുക. പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകളാണ് ചോദിച്ചേക്കുന്നത്. 1 സൗരോർജം. 2 ജൈവവാതകവും സൗരോർജവും. 3 കാറ്റിൽ നിന്നുള്ള ഊർജം. തന്നിരിക്കുന്ന 3 എന്താണ്? പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകളാണ്. ആൻസർ ഓപ്ഷൻ സി 1, 2, 3. പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന ഊർജ്ജ സ്രോതസ്സിൽ നിന്നുള്ള ഊർജത്തിനെ ഗ്രീൻ എനർജി എന്നാണ് പറയുന്നത്. പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന ഊർജ്ജ സ്രോതസ്സുകളിൽ നിന്നുള്ള ഊർജത്തെ എന്താ പറയുന്നത്? ഗ്രീൻ എനർജി എന്ന്. അതുപോലെ പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത ഊർജ്ജ സ്രോതസ്സിൽ നിന്നുള്ള ഊർജമാണ് ബ്രൗൺ എനർജി. ദേശീയ ഊർജ്ജ സംരക്ഷണ ദിനം എന്നാ? ദേശീയ ഊർജ്ജ സംരക്ഷണ ദിനം ഡിസംബർ 14 എന്നാണ്. ഡിസംബർ 14. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യയുമായി കരാതിർത്തി പങ്കുവയ്ക്കുന്ന അയൽ രാജ്യങ്ങൾ ഏതാണെന്ന് കണ്ടെത്തുക. ഇന്ത്യയുമായി കരാതിർത്തി പങ്കുവയ്ക്കുന്ന അയൽ രാജ്യങ്ങൾ ഏതാണെന്ന് കണ്ടെത്തുക. 1 ചൈന. 2 നേപ്പാൾ. 3 പാകിസ്ഥാൻ. 4 ഭൂട്ടാൻ. തന്നിരിക്കുന്ന 4ഉം ഇന്ത്യയുമായിട്ട് കരാതിർത്തി പങ്കുവയ്ക്കുന്ന രാജ്യങ്ങളാണ് അല്ലെ. ആൻസർ ഓപ്ഷൻ ഡി 1, 2, 3, 4. ഇന്ത്യയുമായിട്ട് അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ മൊത്തം എത്രയാണ്? മൊത്തം 9 രാജ്യങ്ങളാണ് ഇന്ത്യയുമായിട്ട് അതിർത്തി പങ്കിടുന്നത്. അതില് 7 എണ്ണം ഇന്ത്യയുമായിട്ട് കരാതിർത്തി പങ്കിടുന്നു. 2 എണ്ണം സമുദ്ര അതിർത്തി പങ്കിടുന്നു. ഏതൊക്കെയാണ് 7 എണ്ണം? കരാതിർത്തി പങ്കിടുന്ന 7 രാജ്യങ്ങൾ മൊത്തം ഏതൊക്കെയാണ്? പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ചൈന, നേപ്പാൾ,
ഭൂട്ടാൻ, മ്യാൻമാർ, ബംഗ്ലാദേശ്. ഏതൊക്കെയാണ്? പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ചൈന, നേപ്പാൾ, ഭൂട്ടാൻ, മ്യാൻമാർ, ബംഗ്ലാദേശ്. ഇനി 2 സമുദ്രാതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാ? അത് ശ്രീലങ്ക, മാലിദ്വീപ്. ഏതൊക്കെയാണ്? ശ്രീലങ്കയും മാലിദ്വീപും. 14ാമത്തെ ക്വസ്റ്റ്യൻ, ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി മൗണ്ട് എവറസ്റ്റ് ആണ്. ആൻസർ ഓപ്ഷൻ എ, മൗണ്ട് എവറസ്റ്റ്. മൗണ്ട് എവറസ്റ്റ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? നേപ്പാളില്. എവിടെയാണ്? നേപ്പാളില്. ഏത് പർവ്വതനിരയിലാണെന്ന് ചോദിച്ചാൽ അത് ഹിമാദ്രിയിലാണ്. എവറസ്റ്റ് ഏത് പർവ്വതനിരയിലാ? ഹിമാദ്രിയില്. മൗണ്ട് എവറസ്റ്റ് നേപ്പാളിൽ അറിയപ്പെടുന്നത് സാഗർമാത എന്നാണ്. എവറസ്റ്റ് നേപ്പാളിൽ അറിയപ്പെടുന്ന പേരെന്താ? സാഗർമാത. ടിബറ്റിലാണെങ്കിൽ ചോമോലുങ്മ എന്നാണ് അറിയപ്പെടുന്നത്. ടിബറ്റിൽ അറിയപ്പെടുന്നത് എങ്ങനെയാണ്? ചോമോലുങ്മ. ഇനി ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ഏത്? മൗണ്ട് കേറ്റു. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് മൗണ്ട് കേറ്റു. അത് സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര കാരക്കോറം. മൗണ്ട് കേറ്റു സ്ഥിതി ചെയ്യുന്ന ഏത് പർവ്വതനിരയിലാണ്? കാരക്കോറത്തിലാണ്. പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഉയരം കൂടിയ കൊടുമുടി ഏതാ? അത് കാഞ്ചൻജംഗയാണ്. കാരണം മൗണ്ട് കേറ്റു പാക് അധിനിവേശ കാശ്മീരിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ചോദിച്ചാൽ അത് ഏതാണ്? കാഞ്ചൻജംഗയാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മണികരൺ താപോർജ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം. മണികരൺ താപോർജ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഹിമാചൽ പ്രദേശ്. മണികരൺ താപോർജ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് ഹിമാചൽ പ്രദേശ്. 16ാമത്തെ ക്വസ്റ്റ്യൻ, സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര നദികളുടെ എക്കൽ നിക്ഷേപങ്ങൾ മൂലം രൂപപ്പെട്ട ഭൂവിഭാഗം. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര നദികളുടെ എക്കൽ നിക്ഷേപങ്ങൾ മൂലം രൂപപ്പെട്ട ഭൂവിഭാഗമാണ് ഉത്തരമഹാസമതലം. ആൻസർ ഓപ്ഷൻ എ, ഉത്തരമഹാസമതലം. ലോകത്തിലെ ഏറ്റവും വിസ്തൃതമായ എക്കൽ സമതലമാണേത്? ഉത്തരമഹാസമതലം. ലോകത്തിലെ ഏറ്റവും വിസ്തൃതമായ എക്കൽ സമതലമാണ് ഉത്തരമഹാസമതലം. ഹിമാലയത്തിന് തെക്കും ഉപദ്വീപീയ പീഠഭൂമിക്ക് വടക്കായിട്ടുമാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഹിമാലയത്തിന് തെക്കും ഉപദ്വീപീയ പീഠഭൂമിക്ക് വടക്കായിട്ടും ആണ് ഈ ഭൂപ്രദേശം സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയുടെ ധാന്യപുര എന്നറിയപ്പെടുന്ന ഭൂപ്രദേശമാണേത്? ഉത്തരമഹാസമതലം. എന്തുപേരാണ് അറിയപ്പെടുന്നത്? ഇന്ത്യയുടെ ധാന്യപുര എന്ന്. അതുപോലെ ഭാരതീയ സംസ്കാരത്തിന്റെ ഈറ്റില്യം, ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടൽ എന്നൊക്കെ അറിയപ്പെടുന്നതും ഈ ഭൂപ്രദേശം തന്നെയാണ്. ഭാരതീയ സംസ്കാരത്തിന്റെ ഈറ്റില്യം, ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടൽ എന്നെല്ലാം അറിയപ്പെടുന്ന ഭൂപ്രദേശമാണേത്? ഉത്തരമഹാസമതലം. 17ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്നതും വലിപ്പമുള്ളതുമായ സ്റ്റീൽ പ്ലാന്റ്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്നതും വലിപ്പമുള്ളതുമായ സ്റ്റീൽ പ്ലാന്റ്. ആൻസർ ഓപ്ഷൻ എ, ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി. 1907 ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി സ്ഥാപിതമാകുന്നത്. ജംഷഡ്പൂരിലാണ് സ്ഥാപിതമാകുന്നത്. ഇത് സ്ഥിതി ചെയ്യുന്ന നദീതീരം ഏതെന്ന് ചോദിച്ചാൽ സുവർണരേഖ നദീതീരം. ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി സ്ഥിതി ചെയ്യുന്ന നദീതീരം ഏതാണ്? സുവർണരേഖ നദീതീരം. 18ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാന അക്ഷാംശരേഖ. ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാന അക്ഷാംശരേഖയാണ് ഉത്തരായന രേഖ. 23.5 ഡിഗ്രി നോർത്ത്. ഉത്തരായന രേഖയാണ് ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാന അക്ഷാംശരേഖ. 19ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ഏറ്റവും ദൈർഘ്യമേറിയ ദേശീയപാത. ഇന്ത്യയിലെ ഏറ്റവും ദൈർഘ്യമേറിയ ദേശീയപാത ഏതാണ്? NH44. ഓപ്ഷൻ ബി. ഇത് ശ്രീനഗറിനെ കന്യാകുമാരിയായിട്ടാണ് ബന്ധിപ്പിക്കുന്നത്. NH44 ബന്ധിപ്പിക്കുന്ന എന്തിനെയൊക്കെ തമ്മിലാണ്? ശ്രീനഗറിനെ കന്യാകുമാരിയുമായിട്ട്. 20ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. മുംബൈയെയും മാംഗ്ലൂരിനെയും തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് പശ്ചിമ തീരത്തുകൂടെ കടന്നു പോകുന്ന പ്രധാന റെയിൽവേ ശൃംഖല. മുംബൈയെയും മാംഗ്ലൂരിനെയും തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് പശ്ചിമ തീരത്തുകൂടെ കടന്നു പോകുന്ന പ്രധാന റെയിൽവേ ശൃംഖലയാണ് ഏത്? കൊങ്കൺ റെയിൽവേ. ആൻസർ ഓപ്ഷൻ ഡി, കൊങ്കൺ റെയിൽവേ. കൊങ്കൺ റെയിൽവേ 1998 ജനുവരി 26 ഉദ്ഘാടനം ചെയ്തത്. 1998 ജാനുവരി 26 ഉദ്ഘാടനം ചെയ്യുന്നത്. കൊങ്കൺ റെയിൽവേയുടെ ആസ്ഥാനം മഹാരാഷ്ട്രയിലെ ബേലാപൂരാണ്. എവിടെയാണ്? ബേലാപൂർ, മഹാരാഷ്ട്ര. 21ാമത്തെ ക്വസ്റ്റ്യൻ, ആയുധ നിരോധന നിയമം നിലവിൽ വന്ന വർഷം. ആയുധ നിരോധന നിയമം നിലവിൽ വന്നത് 1955. ഓപ്ഷൻ സി. 22ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. പൗരന്മാരെ നിയമവിരുദ്ധമായി തടങ്കലിൽ വയ്ക്കുന്നതിന് എതിരായി സുപ്രീം കോടതിയും ഹൈക്കോടതികളും പുറപ്പെടുവിക്കുന്ന ഉത്തരവ്. പൗരന്മാരെ നിയമവിരുദ്ധമായി തടങ്കൽ വയ്ക്കുന്നതിന് എതിരായി
സുപ്രീം കോടതിയും ഹൈക്കോടതികളും പുറപ്പെടുവിക്കുന്ന ഉത്തരവാണ് ഹേബിയസ് കോർപ്പസ്. ആൻസർ ഓപ്ഷൻ എ, ഹേബിയസ് കോർപ്പസ്. ഈ ഹേബിയസ് കോർപ്പസ് എന്ന ലാറ്റിൻ വാക്കിന്റെ അർത്ഥം ശരീരം ഹാജരാക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ശരീരം ഏറ്റെടുക്കുക എന്നുള്ളതാണ്. എന്താണ് ഇതിന്റെ അർത്ഥം? ശരീരം ഹാജരാക്കുക അല്ലെങ്കിൽ എന്താണ്? നിങ്ങൾക്ക് ശരീരം ഏറ്റെടുക്കുക എന്നുള്ളതാണ്. വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ സംരക്ഷണം എന്നറിയപ്പെടുന്ന റിട്ടാണ് ഹേബിയസ് കോർപ്പസ്. എന്താണ് അറിയപ്പെടുന്നത്? വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന റിട്ടാണ് ഏത്? ഹേബിയസ് കോർപ്പസ്. 23ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യൻ ഭരണഘടന എത്ര തരം മൗലിക അവകാശങ്ങളാണ് ഉറപ്പു നൽകുന്നത്? ഇന്ത്യൻ ഭരണഘടന എത്ര തരം മൗലിക അവകാശങ്ങളാണ് ഉറപ്പു തരുന്നത്? ഓപ്ഷൻ ഡി 6. ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം 3 ആർട്ടിക്കിൾ 12 മുതൽ 35 വരെയാണ് മൗലിക അവകാശങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഭാഗം 3 ആർട്ടിക്കിൾ 12 മുതൽ 35 വരെ. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുമ്പോൾ 7 മൗലിക അവകാശങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. നിലവിൽ വരുമ്പോൾ എത്രയായിരുന്നു? 7 എണ്ണം. 1978 44ാം ഭേദഗതിയിലൂടെ എന്തിനെ മാറ്റി? സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളിൽ നിന്നും നീക്കം ചെയ്തു. അതോടെ നിലവിലിപ്പോ 6 മൗലികാവകാശങ്ങളാണ് ഉള്ളത്. 1978 44ാം ഭേദഗതിയിലൂടെ സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളിൽ നിന്നും നീക്കം ചെയ്തു. സ്വത്തവകാശം ഇപ്പോ ഒരു നിയമപരമായ അവകാശമാണ്. ആർട്ടിക്കിൾ 300A ഇപ്പോ സ്വത്തവകാശമുള്ളത്, ഭാഗം 12. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മൗലിക ചുമതലകൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത് ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? മൗലിക ചുമതലകൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത് ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? ഓപ്ഷൻ ബി 42ാം ഭേദഗതിയിലൂടെ. എന്നാ 42ാം ഭേദഗതി വരുന്നത്? 1976. അപ്പൊ 1976 42ാം ഭേദഗതിയിലൂടെ 10 മൗലിക കടമകളാണ് ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത്. 76 ഭേദഗതിയിൽ എത്ര എണ്ണാണ് ചേർക്കുന്നത്? 10 മൗലിക കടമകൾ. നിലവില് 11 മൗലിക കടമകളാണുള്ളത്. നിലവിൽ എത്ര ഉള്ളത്? 11 മൗലിക കടമകളുണ്ട്. ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം 4A ആർട്ടിക്കിൾ 51A മൗലിക കടമകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഭാഗം ഏതാണ്? 4A ആർട്ടിക്കിൾ 51A. മൗലിക കടമകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്താനായിട്ട് ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാ? അത് സ്വരൺ സിംഗ് കമ്മിറ്റിയാണ്. സ്വരൺ സിംഗ് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് മൗലിക കടമകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്താനായിട്ട് തീരുമാനിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യയുടെ ദേശീയ പതാകയായ ത്രിവർണ പതാക ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിച്ചതെന്ന്? ഇന്ത്യയുടെ ദേശീയ പതാകയായ ത്രിവർണ പതാക ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിച്ചതെന്നാ? 1947 ജൂലൈ 22 എന്നാണ്. 1947 ജൂലൈ 22. അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യയുടെ ദേശീയ നദി ഏതാണ്? ഗംഗ. ഇന്ത്യയുടെ ദേശീയ നദിയാണ് ഗംഗ. 27ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യയുടെ ദേശീയ ഗീതം രചിച്ചതാര്? ഇന്ത്യയുടെ ദേശീയ ഗീതം ഏതാണ്? വന്ദേമാതരം. വന്ദേമാതരം രചിച്ചതാരാ? ബങ്കിം ചന്ദ്ര ചാറ്റർജി. ആൻസർ ഓപ്ഷൻ സി, ബങ്കിം ചന്ദ്ര ചാറ്റർജി ആണ് ഇന്ത്യയുടെ ദേശീയ ഗീതം രചിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യയുടെ ദേശീയ ഗാനം ആലപിക്കാൻ എടുക്കേണ്ട സമയം എത്ര? ഇന്ത്യയുടെ ദേശീയ ഗാനം ആലപിക്കാൻ എടുക്കേണ്ട സമയം 52 സെക്കൻഡ്. ആൻസർ ഓപ്ഷൻ ബി, 52 സെക്കൻഡ് ആണ് ഇന്ത്യയുടെ ദേശീയ ഗാനം ആലപിക്കാൻ എടുക്കേണ്ട സമയം. 29ാമത്തെ ക്വസ്റ്റ്യൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രഥമ ചെയർമാൻ ആരായിരുന്നു? ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രഥമ ചെയർമാൻ ജസ്റ്റിസ് രംഗനാഥ മിശ്ര. നിലവിലാരാ? നിലവില് അരുൺ കുമാർ മിശ്ര. നിലവിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാനാണ് അരുൺ കുമാർ മിശ്ര. 30ാമത്തെ ക്വസ്റ്റ്യൻ. 1990 വിവരാവകാശത്തിന് വേണ്ടിയുള്ള പ്രസ്ഥാനം ആരംഭിച്ച സംഘടന? 1990 വിവരാവകാശത്തിന് വേണ്ടിയുള്ള പ്രസ്ഥാനം ആരംഭിച്ച സംഘടന മസ്ദൂർ കിസാൻ ശക്തി സംഗതൻ. ആൻസർ ഓപ്ഷൻ ഡി, മസ്ദൂർ കിസാൻ ശക്തി സംഗതൻ. അതിന്റെ സ്ഥാപക ആരാ? മസ്ദൂർ കിസാൻ ശക്തി സംഗതന്റെ സ്ഥാപകയാണ് അരുണ റോയ്. ആരാണ്? അരുണ റോയ്. സ്ഥാപിച്ചത് രാജസ്ഥാനിലാണ്. മസ്ദൂർ കിസാൻ ശക്തി സംഗതൻ സ്ഥാപിച്ചത് എവിടെയാണ്? രാജസ്ഥാനില്. അപ്പൊ ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് ഇന്ന് 30 ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പൊ നോക്കാൻ പറ്റുന്നത്. ബാക്കി അടുത്തൊരു വീഡിയോയിലൂടെ ചെയ്യാം. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു.
നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ താങ്ക് യു.